പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ കുറേ പ്രോബ്ലംസ് ഡയോഡ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നോക്കിയായിരുന്നു. എസ്പെഷ്യലി സൈനർ ഡയോഡ് വെച്ചിട്ട് വോൾട്ടേജ് റെഗുലേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ആ റെഗുലേറ്റർ വെച്ചിട്ടുള്ള 1-2 പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ നോക്കിയായിരുന്നു. ഓക്കെ, സോ ഇൻ ദിസ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് അനദർ ആപ്ലിക്കേഷൻ ഓഫ് ഡയോഡ്. ദാറ്റ് ഈസ്, ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുള്ളതാണ്. പക്ഷേ നമ്മൾ ഓപ്പറേഷൻ ആംപ്ലിഫയർ അനലോഗ് ഇലക്ട്രോണിക്സ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ നോക്കിയതാണ്, ലൈക്ക് ക്ലിപ്പർ സർക്യൂട്ട്. ഓക്കെ, നമ്മൾ എങ്ങനെയാണ് ഒരു വേവ് ഫോം ക്ലിപ്പ് ഓഫ് ചെയ്യുന്നത് എന്നുള്ള സർക്യൂട്ട് ഓപ്പറേഷൻ ആംപ്ലിഫയർ പഠിച്ചു കഴിഞ്ഞപ്പോൾ ആക്റ്റീവ് ക്ലിപ്പർ സർക്യൂട്ടുകൾ നമ്മൾ നോക്കിയതാണ്. ഓക്കെ, സാധാരണ ഓപ്പറേഷൻ ആംപ്ലിഫയറോടെ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ ആക്റ്റീവ് സർക്യൂട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ഫിൽറ്റർ എന്ന് പറയുന്നത്, സാധാരണ ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാസീവ് ഫിൽറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ലോ പാസ് ഫിൽറ്റർ ആയിക്കോട്ടെ, ഹൈ പാസ് ഫിൽറ്റർ ആയിക്കോട്ടെ, നമ്മൾ റെസിസ്റ്ററും കപ്പാസിറ്ററും അല്ലെങ്കിൽ ഈവൻ ഇൻഡക്ടറൊക്കെ വെച്ചിട്ടുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ പാസീവ് സർക്യൂട്ട്സുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് സർക്യൂട്ട്, ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറോടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫിൽറ്റേഴ്സിനെയാണ് നമ്മൾ ആക്റ്റീവ് ഫിൽറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ആക്റ്റീവ് ക്ലിപ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പറേഷൻ ആംപ്ലിഫയറോടെയുള്ള ക്ലിപ്പേഴ്സിനാണ്. സാധാരണ ഒരു ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയോഡും ഒരു റെസിസ്റ്ററൊക്കെയുള്ള സർക്യൂട്ടാണ്. ഓക്കെ, സോ വി ക്യാൻ ഗോ ഫോർ ക്ലിപ്പർ സർക്യൂട്ട്. വാട്ട് ഈസ് എ ക്ലിപ്പർ സർക്യൂട്ട്? ഇറ്റ് വിൽ ക്ലിപ്പ് ഓഫ് അല്ലെങ്കിൽ റിമൂവ് എ പോർഷൻ ഓഫ് ഇൻപുട്ട് വേവ് ഫോം. ദറ്റ് ഈസ് ദ ക്ലിപ്പർ സർക്യൂട്ട്. ഇറ്റ് വിൽ clip off or remove a portion of input waveform. ഒരു ഇൻപുട്ട് വേവ് ഫോമിൻ്റെ ഒരു പോർഷൻ ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ ക്ലിപ്പർ സർക്യൂട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഡെഫിനിഷൻ. ഓക്കെ, എന്തൊക്കെ ടൈപ്പ് ക്ലിപ്പർ സർക്യൂട്ട് ഉണ്ട്? വി ക്യാൻ ഹാവ് പോസിറ്റീവ് ക്ലിപ്പർ ഉണ്ട്, പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളുണ്ട്. ദെൻ വി ക്യാൻ ഹാവിങ് നെഗറ്റീവ് ക്ലിപ്പർ, നെഗറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളുണ്ട്. ഇത് നമ്മൾ റെക്ടിഫയർ സർക്യൂട്ടിൽ ജസ്റ്റ് ഡയോഡ് വെച്ചിട്ട് ഹാഫ് വേവ് റെക്ടിഫിക്കേഷനിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ നോക്കിയതാണ്. ഐദർ നെഗറ്റീവ് സൈക്കിൾ അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് സൈക്കിൾ മൊത്തം ക്ലിപ്പ് ഓഫ് ചെയ്യുന്ന സർക്യൂട്ടുകളെയാണ് നമ്മൾ പോസിറ്റീവ് ക്ലിപ്പർ അല്ലെങ്കിൽ നെഗറ്റീവ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവിങ് ബയാസ്ഡ് ക്ലിപ്പർ സർക്യൂട്ട്. ഒരു പോർഷൻ മൊത്തം ക്ലിപ്പ് ഓഫ് ചെയ്യേണ്ട, നമുക്ക് സം സർട്ടൻ ലെവലിൽ മാത്രം ക്ലിപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മതി എന്നുള്ള സർക്യൂട്ടുകളെയാണ് നമ്മൾ ബയാസ്ഡ് ക്ലിപ്പ് എന്ന് പറയുന്നത്. ദെൻ വി ക്യാൻ ഹാവിങ് കോമ്പിനേഷൻ ക്ലിപ്പ്. So we can having combination clipper. So these are the clipper circuit, available clipper circuit. And even in positive clipper circuit we can having two types of clipper circuit. Either we can having series clipper circuit, series ആയിട്ടുള്ളതുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഷണ്ട് ആയിട്ടുള്ളത്. ഷണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരലൽ ടൈപ്പ് ഉണ്ട്. അതിപ്പം ഇത് എല്ലാ ടൈപ്പിലും ഉണ്ട്. നെഗറ്റീവ് ക്ലിപ്പറിലുണ്ട്, ബയാസ്ഡ് ക്ലിപ്പറിലുണ്ട്, ആൻഡ് കോമ്പിനേഷൻ ക്ലിപ്പറിലും ഐദർ വി ക്യാൻ ഹാവിങ് സീരീസ് ഓർ ഷണ്ട് ടൈപ്പ് ക്ലിപ്പർ സർക്യൂട്ട് അവൈലബിൾ. ഓക്കെ, സോ ജനറലി ഇൻ എ ക്ലിപ്പർ സർക്യൂട്ട് വി ക്യാൻ ഹാവ്, ജനറലി ഒരു ക്ലിപ്പർ സർക്യൂട്ടിൽ നമുക്കൊരു ഡയോഡ് പ്ലസ് റെസിസ്റ്റർ ആണുള്ളത്, റെസിസ്റ്റീവ് നെറ്റ്വർക്കാണുള്ളത് ഒരു ക്ലിപ്പർ സർക്യൂട്ടിലുള്ളത്. Okay, so that is in clipper circuit. Okay, so we know that in diode, one of the important application or advantage of diode എന്ന് പറയുന്നത്, it will only allow to flow unidirectional current. Unidirectional current മാത്രമാണ് അലോ ചെയ്യുള്ളൂ അതിലൂടെ. ഓക്കെ, അപ്പോൾ എപ്പോൾ ഫോർവേഡ് ബയാസ് ആവുന്നോ ഡയോഡ് അപ്പം മാത്രം കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യും. എപ്പോൾ റിവേഴ്സ് ബയാസ് ആവുന്നു അപ്പോൾ കറണ്ട് അതിലൂടെ ഫ്ലോ ചെയ്യില്ല. ഇൻ ഐഡിയൽ കേസ് വി നോ ദാറ്റ് ഇൻ ഐഡിയൽ കേസ് ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ സ്വിച്ച്. ഓക്കെ, സോ നമ്മൾ ഐഡിയലായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ഫോർവേഡ് ബയാസിൽ ഡയോഡ് മീൻസ് ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്, ദെൻ ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. ഒരു ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ദർ വിൽ ബി നോ ഡ്രോപ്പ്, ദാറ്റ് മീൻസ് large current will be, no resistance, large current will be go through that. So this is a switch. In reverse bias it will be act as a open switch. So junction potential അതുപോലത്തെ കാര്യങ്ങളൊന്നും
ഐഡിയൽ കേസിൽ നമ്മൾ എടുക്കുന്നില്ല. സോ here it is negative, here it is positive, then the switch acts as a open switch. Opens. Okay. So ഇത് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ ഒരുപാട് നോക്കിയിട്ടുള്ളതാണ്. Then we can having പോസിറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട് ആൻഡ് നെഗറ്റീവ് ക്ലിപ്പർ സർക്യൂട്ട്. പോസിറ്റീവ് ക്ലിപ്പറിൽ തന്നെ സീരീസും ഉണ്ട് ഷണ്ടും ഉണ്ടെന്ന് പറഞ്ഞു. ദെൻ വി ക്യാൻ ഫസ്റ്റ് ഓഫ് ഓൾ ലുക്ക് ഫോർ പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. പോസിറ്റീവ് സീരീസ് ക്ലിപ്പർ. പോസിറ്റീവ് ക്ലിപ്പർ എന്ന് വെച്ചാൽ പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുന്നതാണ്. സീരീസ് ക്ലിപ്പർ എന്ന് പറഞ്ഞാൽ ഡയോഡ് വിൽ ബി കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഇൻപുട്ടിനും ഔട്ട്പുട്ടിനും സീരീസ് ആയിട്ടായിരിക്കും ഡയോഡ് കണക്ട് ചെയ്യുക. ഓക്കെ, കൺസിഡർ ഐ ആം ഹാവിങ് ആൻ സൈനസോയിഡൽ സിഗ്നൽ. ഒരു സൈനസോയിഡൽ സിഗ്നലായിട്ട് ഇൻപുട്ടുണ്ട്. ദാറ്റ് ഒരു 10 വോൾട്ടേജ് പീക്ക് ടു പീക്കുള്ള സൈനസോയിഡൽ സിഗ്നലാണുള്ളത്. ദെൻ വി ക്യാൻ ഹാവിങ് എ ഡയോഡ് and we can having a resistor, and across this resistor we are taken output. That means this is simply act as a load resistor. Okay, so this is having the positive cycle and negative cycle. Positive cycle und negative cycle und. Okay, so I am drawing this. This is the sinusoidal signal I am having. Positive, negative, positive. Okay, this is 10 voltage, plus 10 voltage. This is minus 10 voltage. Okay, in positive cycle, upper side is positive and lower side is negative. That means the diode is in a reverse bias. So whenever the diode is in reverse bias, it will be act as an open switch. Then there will be no current flow, so the output will become 0. So 0 to pi, if I consider 0 to pi, there will be no output. Okay, then next cycle, negative cycle, lower side is positive and upper side is negative. So diode is in forward bias, so a current will be start to flow in this direction. Okay, so താഴേന്ന് മേളിലേക്കുള്ള കറണ്ടിനെയാണ് നമ്മൾ നെഗറ്റീവ് കറണ്ട് എന്ന് പറയുന്നത്. സോ ഇൻ നെഗറ്റീവ് സൈക്കിൾ ദർ വിൽ ബി കറണ്ട് ഫ്ലോ. ദാറ്റ് മീൻസ് നെഗറ്റീവ് സൈക്കിൾ അതുപോലെ തന്നെ നമുക്ക് കിട്ടും. ഓക്കെ, സോ പൈ ടു 2 pi there will be a signal. This is pi to 2 pi. Okay, so this is positive clipper and diode is series. So this positive series clipper. Okay, then how we can make a positive shunt clipper? Shunt means parallel. Okay, positive shunt clipper. Okay, this is the diode D and this is the resistor, and here we can having the 10 sin omega t, that is the input signal I am applying. So I am drawing that positive and waveform. Positive cycle and negative cycle, positive cycle again. Pi 0 to pi, 2 pi, 3 pi, it goes like that. And this is plus 10 voltage, this is 0, and this is minus 2. Okay, so this is the input, and we can look for the output waveform. In positive cycle, what will happen? In positive cycle,
the diode is in forward bias. Okay, whenever the diode is in forward bias, what will happen? The diode will be act as a closed switch. അല്ലേ, diode closed switch ആയിട്ട് ആക്ട് ചെയ്യും. So at that time what will be the output? What will be the output? I am taking the output across this diode. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് പറയാമോ? അഞ്ചു, എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? സീറോ ടു പൈയിൽ അഞ്ചു ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, പറയാൻ പറ്റുമോ നോക്കി, എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? ഹരി, എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? സീറോ ടു പൈയിൽ പോസിറ്റീവ് സൈക്കിളിൽ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യും. ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. Then what will be my output? Output is taken across this diode. എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? പോസിറ്റീവ് സൈക്കിളിൽ. അപ്പം പോസിറ്റീവ് സൈക്കിളിൽ ദ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. അപ്പോൾ ക്ലോസ്ഡ് സ്വിച്ച് ആണെങ്കിൽ എനിക്കൊരു കണ്ടക്റ്റിംഗ് ലൈൻ വെച്ചിട്ട് എനിക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും അല്ലേ, പോസിറ്റീവ് സൈക്കിളിൽ. അപ്പം കണ്ടക്റ്റിംഗ് ലൈൻ വെച്ചിട്ട് ഇത് ചെയ്യുമ്പം ഞാൻ പോസിറ്റീവ് സൈക്കിളിൽ നിന്ന് എഴുതാം. പോസിറ്റീവ് സൈക്കിളിൽ ഞാൻ ഒരു കണ്ടക്റ്റിംഗ് ലൈൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യുകയാണ്. സോ ദർ ഈസ് എ കണ്ടക്റ്റിംഗ് ലൈൻ. സോ ദിസ് ഈസ് മൈ ഐ ആം ടേക്കൺ ഫ്രം ഔട്ട്പുട്ട് അക്രോസ് ദിസ് കണ്ടക്റ്റിംഗ് ലൈൻ. ഒരു കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കണ്ടക്റ്റിംഗ് ലൈൻ, വെറുതെ ഒരു കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് ഞാൻ ഔട്ട്പുട്ട് എടുക്കുകയാണ്, വോൾട്ടേജ് മെഷർ ചെയ്യുകയാണ്, എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? സീറോ ആയിരിക്കും. കാരണം എന്താണ്, എനിക്ക് വോൾട്ടേജ് കിട്ടണമെങ്കിൽ വാട്ട് ഈസ് മൈ വോൾട്ടേജ്? വോൾട്ടേജ് ഈസ് നത്തിങ് ബട്ട് ഐ ഇൻറ്റു ആർ ആണ്. ഹിയർ ദ റെസിസ്റ്റൻസ് ഈസ് സീറോ. റെസിസ്റ്റൻസ് ഈസ് സീറോ ബിക്കോസ് ഇറ്റ്സ് എ കണ്ടക്റ്റിംഗ് ലൈൻ. സോ ദ വോൾട്ടേജ് ഈസ് സീറോ. അപ്പോൾ ഒരു കണ്ടക്റ്റിംഗ് ലൈൻ അക്രോസ് ആയിട്ട് എപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുത്തു കഴിഞ്ഞാലും അവിടെ റെസിസ്റ്റൻസ് ഇല്ലാത്തതുകൊണ്ട് ഔട്ട്പുട്ട് സീറോ ആയിരിക്കും. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് സീറോ വോൾട്ടേജ് ആയിരിക്കും. സോ ഇൻ പോസിറ്റീവ് ഫോർവേഡ് ബയാസിൽ നമ്മൾ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്, ഇറ്റ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച്. സോ ദ ഔട്ട്പുട്ട് വിൽ ബി ഇൻ 0 to pi there will be no output. Okay, clear? So in pi to 2 pi in pi to 2 pi, and that means in negative cycle, here it is negative, here it is positive. So the diode is in a reverse bias. What happened when the diode is in reverse bias? റിവേഴ്സ് ബയാസ് ആണെങ്കിൽ ഓപ്പൺ സ്വിച്ച് ആയിരിക്കും. ആ സമയത്ത് എന്തായിരിക്കും ഔട്ട്പുട്ട്? ഹരി ഒന്ന് പറഞ്ഞേ, എന്തായിരിക്കും ഔട്ട്പുട്ട് ആ സമയത്ത്? ഹരി ഒന്ന് ട്രൈ ചെയ്തേ. റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ഉണ്ടാവും, ഒബ്വിയസ്ലി ഡ്രോപ്പ് ഉണ്ടാവും. ബട്ട് അത് കൺസിഡറബിളി വെരി ലെസ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ, ഇവിടെ ഓപ്പൺ സർക്യൂട്ടാണ്. ഇവിടെ ഓപ്പൺ സർക്യൂട്ട് ആകുമ്പോൾ എന്താണോ എൻ്റെ ഇൻപുട്ട് അത് തന്നെയായിരിക്കും ഞാൻ ഔട്ട്പുട്ടിൽ എടുക്കുന്നത് അല്ലേ. ഈ റെസിസ്റ്റൻസ് എത്ര കൂട്ടിക്കഴിഞ്ഞാൽ ഇതിലൂടെയുള്ള കറണ്ട് കുറയുന്നേ ഉള്ളൂ. ഓക്കെ, ബട്ട് നമ്മൾ എന്താണോ ഇൻപുട്ട് കൊടുക്കുന്നത് ആ ഔട്ട്പുട്ട് വോൾട്ടേജ് തന്നെ ഇവിടെ നമുക്ക് കിട്ടും. കാരണം എന്താ, ഇവിടെ ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആണുള്ളത്
ഇൻഫിനിറ്റ് റെസിസ്റ്റൻസ് ആയ കാരണം നമ്മൾ കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാലും അത് കോമ്പൻസേറ്റ് ചെയ്യും. അപ്പോൾ ഒരു സീരീസ് ഇവിടെ ഒരു സർക്യൂട്ടും ഇല്ല, ഇവിടെ സീരീസ് എത്ര റെസിസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും ഇവിടെ ഇൻപുട്ട് കൊടുക്കുന്ന എന്താണോ അത് തന്നെയായിരിക്കും, കാരണം ഇവിടെ റെസിസ്റ്റൻസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ പാർലി ചെയ്ത് എടുക്കുകയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ബട്ട് കറണ്ട് കുറവായിരിക്കുമെങ്കിലും വോൾട്ടേജ് അതുപോലെ തന്നെ നമുക്ക് കിട്ടും. വോൾട്ടേജ് ലിമിറ്റിങ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ കണ്ടത് എന്താണ്, ഇന്ന സീരീസ് ക്ലിപ്പർ സർക്യൂട്ടിൽ എന്താണ് നോക്കുന്നത്, സീരീസ് ക്ലിപ്പർ സർക്യൂട്ടിൽ ഇപ്പം സീരീസ് ക്ലിപ്പർ ഡയോഡ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ റിവേഴ്സ് ബയാസ് ആകുമ്പോൾ നമുക്ക് ഔട്ട്പുട്ട് ഉണ്ടാവില്ല. കാരണം എന്നാൽ സീരീസിൽ നമുക്കൊരു ഓപ്പൺ സർക്യൂട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സർക്യൂട്ടിലൂടെ കറണ്ടേ ഫ്ലോ ചെയ്യില്ല. അപ്പോൾ എന്താണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. ബട്ട് ഇനി ഷണ്ട് ടൈപ്പ് ക്ലിപ്പർ സർക്യൂട്ടിൽ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് അതാണ്, ഷണ്ട് ടൈപ്പ് ക്ലിപ്പർ സർക്യൂട്ടിൽ നമ്മൾ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് എപ്പോൾ ആക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് അതിനെ ക്രോസ് ആയിട്ട് കണ്ടക്റ്റിംഗ് ലൈനായിട്ട് ആക്ട് ചെയ്യുക, അതിനെ ക്രോസ് ആയിട്ട് ഔട്ട്പുട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. നിങ്ങൾ ക്ലിപ്പർ സർക്യൂട്ട് വെച്ചിട്ട് ഒരു പ്രോബ്ലം ചെയ്യുമ്പം ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് ഈ കാര്യം. ഓക്കെ, ക്ലിയർ ആയോ? വെരി ക്ലിയർ ആണോ? ഓക്കെ ഓക്കെ ഫൈൻ. ഇനി ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രോബ്ലത്തിൽ ചോദിക്കുക ഡയറക്റ്റ് ഇങ്ങനെ വേവ് ഫോം ആയിരിക്കില്ല ചോദിക്കുക, ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക ട്രാൻസ്ഫർ കർവായിരിക്കും. ഡ്രോ ദി ട്രാൻസ്ഫർ കർവ് എന്നോ ഒക്കെ ആയിരിക്കും പറയുക. അല്ലെങ്കിൽ ഒരു ട്രാൻസ്ഫർ കർവ് വന്നിട്ട് ഈ സർക്യൂട്ട് ഈ ട്രാൻസ്ഫർ കർവ് ഉണ്ടാക്കാൻ പറ്റുന്ന സർക്യൂട്ട് താഴെ തന്നിരിക്കുന്നത് ഏതാണെന്നൊക്കെ ആയിരിക്കും പ്രോബ്ലം ചോദിക്കുക. സോ ഇൻ ട്രാൻസ്ഫർ കർവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് റിലേഷനാണ് ട്രാൻസ്ഫർ കർവ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഒരു ഇൻപുട്ടുണ്ട്, എൻ്റെ ഔട്ട്പുട്ടുണ്ട്, ആ റിലേഷനെയാണ് നമ്മൾ ട്രാൻസ്ഫർ കർവ് എന്ന് പറയുന്നത്. അപ്പം എനിക്കിപ്പം ഇൻപുട്ട് പോലെ തന്നെയാണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് വിചാരിക്കുക. സോ ഹൗ ഇറ്റ്സ് ട്രാൻസ്ഫർ, അപ്പോൾ ഒരു ആക്സിസിൽ മൊത്തം ഇൻപുട്ട് എടുക്കും. ലെറ്റ് മൈ എക്സ് ആക്സിസ്, ഇതാണ് എക്സ് ആക്സിസിൽ ഇൻപുട്ട് എടുക്കും. ദിസ് ഇസ് പോസിറ്റീവ് ഇൻപുട്ട്, ദിസ് ഇസ് നെഗറ്റീവ് ഇൻപുട്ട്. അപ്പോൾ ഇത് പോസിറ്റീവ് സൈക്കിളാണ്, ഇത് നെഗറ്റീവ് സൈക്കിളാണ്. എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വൈ ആക്സിസിലെടുക്കും. സോ ദിസ് ഈസ് പ്ലസ് ആൻഡ് ദിസ് ഈസ് മൈനസ്. സോ വെൻ ഇൻപുട്ട് പോലെ തന്നെ ഔട്ട്പുട്ട് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദ റിലേഷൻ ഷുഡ് ബി ലൈക്ക് ദിസ്, സ്ലോപ്പ് പോലെ ആയിരിക്കും. അപ്പോൾ അതായത് ഇൻപുട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ തന്നെ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് മൈ റിലേഷൻ. ആൻഡ് ഇൻ നെഗറ്റീവ് സൈക്കിളിൽ ഇതാണ് നെഗറ്റീവ് സൈക്കിളിൽ അതുപോലെ തന്നെ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കിട്ടും. ഓക്കെ, സോ ഇപ്പം ആംപ്ലിഫയറൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഈ റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇങ്ങനെ കിട്ടും. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ഇൻപുട്ട് വേരിയേഷനിൽ ഔട്ട്പുട്ട് വേരിയേഷൻ വളരെ കൂടുതലാണ്. ഓക്കെ, സോ ദിസ് ഈസ് ഫോർ ആംപ്ലിഫയർ, ദിസ് ഈസ് ഫോർ നോർമൽ. ഇപ്പോൾ ഇൻപുട്ട് പോലെ തന്നെ ഔട്ട്പുട്ട് വേരി ചെയ്യുകയാണെങ്കിൽ ഇൻപുട്ട് വേഴ്സസ് ഔട്ട്പുട്ട് റിലേഷൻ 1:1 ആണെങ്കിൽ 1:1 റിലേഷൻ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇനി പോസിറ്റീവ് ക്ലിപ്പറിൽ എന്ത് കിട്ടും? ഇഫ് ഐ ആം ടേക്കിംഗ് എ പോസിറ്റീവ് ക്ലിപ്പർ, പോസിറ്റീവ് സൈഡ് ക്ലിപ്പ് ഓഫ് ചെയ്യുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡിൽ എപ്പോൾ ഇൻപുട്ട് വേരി ചെയ്യുന്നു അതുപോലെ തന്നെ ഔട്ട്പുട്ട് ചെയ്യും. പോസിറ്റീവ് സൈഡിൽ ഐ ക്യാൻ ഹാവിങ് എത്ര ഇൻപുട്ട് വേരി ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വേരി ചെയ്യില്ല. സോ ഇറ്റ്സ് ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ്. ദിസ് ഈസ് ഫോർ പോസിറ്റീവ് ക്ലിപ്പർ. ഓക്കെ, അപ്പോൾ ചിലപ്പോഴൊക്കെ ഈ ട്രാൻസ്ഫർ കർവ് ഇൻപുട്ട് ഔട്ട്പുട്ട് റിലേഷൻ ആയിരിക്കും നിങ്ങൾക്ക് തരിക. ഓക്കെ, സോ ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. Then we can go for biased clipper. Biased clipper എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പോർഷൻ ഫുള്ള് ക്ലിപ്പ് ഓഫ് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമുക്കൊരു ബയാസിങ് വേണം. വേണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ DC ലെവൽ അപ്പ് ചെയ്യണം, ഡൗൺ ചെയ്യണം, ക്ലിപ്പ് ചെയ്യണം കുറച്ച് പോർഷൻ. ആ ഒരു ഇതിനെയാണ് ബയാസ്ഡ് ക്ലിപ്പർ എന്ന് പറയുന്നത്. ഈ ബയാസ്ഡ് ക്ലിപ്പർ തന്നെ സീരീസ് ക്ലിപ്പറും ഷണ്ട് ക്ലിപ്പറും ഉണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഐ ആം ഗോയിങ് ഫോർ ബയാസ്ഡ് സീരീസ് ക്ലിപ്പർ. അപ്പോൾ ബയാസ്ഡ് സീരീസ് ക്ലിപ്പറിൽ എപ്പോഴും ഒരു DC സോഴ്സും ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ബാറ്ററി, അല്ലെങ്കിൽ ഒരു സെല്ല്, അതുപോലത്തെ കാര്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാവും. ഓക്കെ, സോ ഇൻ ബയാസ്ഡ് സീരീസ് ക്ലിപ്പർ ലെറ്റ് മൈ സർക്യൂട്ട് ഈസ് ലൈക്ക് ദിസ്. എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. സം DC വോൾട്ടേജ് ഈസ് ദെയർ ആൻഡ് ദെയർ വിൽ ബി എ ഡയോഡ്. ഓക്കെ,
Why it is known as series clipper? Because diode is connected as in series. This is my input. Let my ഞാൻ കുറച്ച് വാല്യൂസ് കൊടുക്കാം. ഇത് റെഫറൻസ് ഡി സി വോൾട്ടേജ് ആണ്. റെഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ എപ്പോഴും കൺഫ്യൂസ് ആവുന്ന കാരണം ഞാൻ കൺസിഡർ ദിസ് ഈസ് 10 sin omega t and this voltage is a 3 voltage supply and this is a diode and this is a resistor and I am taken output across the resistor. Okay, so this is a circuit. Okay, so I am given an input waveform, this circuit. This is my input waveform with peak voltage of plus 10 voltage here and minus 10 voltage here. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ഇതൊരു ഈ സെല്ലില്ലായിരുന്നു എങ്കിൽ ഇതൊരു പോസിറ്റീവ് ക്ലിപ്പറാണ് അല്ലേ. പോസിറ്റീവ് സൈഡ് വിൽ ബി ക്ലിപ്പ് ഓഫ് ചെയ്ത് കളയും, നെഗറ്റീവ് സൈഡ് മാത്രമാണ് അലോ ചെയ്യുള്ളൂ. ഓക്കെ, ബട്ട് ഹിയർ ഇതിൻ്റെ ഈ സർക്യൂട്ടിൻ്റെ നിങ്ങൾ വരയ്ക്കാൻ പോകുന്നത് ഇതിൻ്റെ ട്രാൻസ്ഫർ കർവാണ് വരയ്ക്കാൻ പോകുന്നത്. ആദ്യം ട്രാൻസ്ഫർ കർവ് വരയ്ക്കണമെങ്കിൽ നമുക്ക് വേവ് ഫോം വരണം, ഔട്ട്പുട്ട് വേവ് ഫോം ആദ്യം വരയ്ക്കണം. ദെൻ വി ക്യാൻ ഡ്രോ ഫോർ ദി ട്രാൻസ്ഫർ കർവ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ നോക്കി കഴിയുമ്പോൾ ഇനീഷ്യലി എൻ്റെ ഇൻപുട്ട് 0 വോൾട്ടേജിൽ എന്താണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ ഒരു സെല്ലുണ്ടോ അപ്പോൾ നമ്മൾ നോക്കണം ഇൻപുട്ട് 0 വോൾട്ടേജിൽ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് എന്ന് നോക്കും. ഓക്കെ, സോ ദിസ് ഈസ് ടി 0 voltage. This is a 3 voltage supply and in this 3 voltage supply, due to this 3 voltage supply the diode is in forward bias ആണോ റിവേഴ്സ് ബയാസ് ആണോ. ഇപ്പോൾ ഇതിൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് ഈ ഇൻപുട്ട് വോൾട്ടേജ് 0 ആണ്. ദെൻ ഡ്യൂ ടു ദിസ് സപ്ലൈ ഈ സപ്ലൈ വോൾട്ടേജ് മൂലം ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ എന്ന് ആദ്യം പറയണം. ഓക്കെ, ആരാ പറയുക? അഞ്ചു ഒന്ന് ട്രൈ ചെയ്തേ. Due to this cell, what is the biasing of this diode? Is it a forward bias or reverse bias? Hello Anju, കേൾക്കാമോ? ഓക്കെ, ആരെങ്കിലും ഒരാൾ പറഞ്ഞേ, സ്വാതി പറഞ്ഞേ അങ്ങനെയാണ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. ഓക്കെ, 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും അല്ലേ. 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. കാരണം 3 വോൾട്ടേജ് ആണ്. നമ്മൾ ഡയോഡൊക്കെ ഐഡിയൽ ഡയോഡായിട്ടാണ് നടക്കുന്നത്. ഡയോഡിനെ ക്രോസ് ആയിട്ട് ഡ്രോപ്പ് ഒന്നും നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ 3 വോൾട്ടേജ് ഫോർവേഡ് ബയാസ് ആയിരിക്കും. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് ആ സമയത്ത് 0 വോൾട്ടേജ് സമയത്ത് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? സ്വാതി ഒന്ന് പറഞ്ഞേ. 3 വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കും, നെഗറ്റീവ് 3 വോൾട്ടേജ് ആയിരിക്കുമോ? 0 വോൾട്ടേജിൽ ഇൻപുട്ട് 0 വോൾട്ടേജിൽ, അതായത് ഈ സൈനസോയിഡൽ സിഗ്നൽ 0 വോൾട്ടേജിൽ എൻ്റെ ഔട്ട്പുട്ട് +3 വോൾട്ടേജ് ആയിരിക്കും, -3 വോൾട്ടേജ് ആയിരിക്കും. എന്തുകൊണ്ടാണ് +3 എന്ന് പറഞ്ഞത്? വെറുതെ പറഞ്ഞതാണോ? ഓക്കെ, നമ്മൾ സാധാരണ ഇപ്പോൾ ഇതുപോലത്തെ ഒരു സാധനം ഇല്ല എന്ന് വിചാരിക്കുക. ഈ ഡയോഡില്ല, ഈ സെല്ലില്ല. ആ ഒരു അവസ്ഥയിൽ പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഞാൻ എന്തായിട്ട് എടുക്കുക? മേളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും ആയിട്ട് എടുക്കുക അല്ലേ. മേളിൽ പോസിറ്റീവും താഴെ നെഗറ്റീവും. അപ്പോൾ എങ്ങനെയായിരിക്കും എൻ്റെ കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത്? പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്കായിരിക്കും. അപ്പം മേളിൽ നിന്ന് താഴേക്ക്. അപ്പം മേളിൽ നിന്ന് താഴേക്ക് പോകുന്ന കറണ്ടിനെയാണ് നമ്മൾ പോസിറ്റീവ് കറണ്ടായിട്ട് എടുക്കുക, അല്ലെങ്കിൽ പോസിറ്റീവ് വോൾട്ടേജ് ആയിട്ട് എടുക്കുക. ആ കറണ്ട് മൂലം, മേളിൽ നിന്ന് താഴേക്ക് പോകുന്ന കറണ്ട് മൂലം ഉണ്ടാകുന്ന വോൾട്ടേജിനെയാണ് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുക. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്ന കറണ്ടിനെ അപ്പോൾ എന്തായിട്ട് എടുക്കുക? നെഗറ്റീവായിട്ട് എടുക്കുക. കാരണം ഇവിടെ പോസിറ്റീവും താഴെ പോസിറ്റീവും മുകളിൽ നെഗറ്റീവും ആണെങ്കിൽ കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്വേർഡ് ഡയറക്ഷനിലായിരിക്കും. സോ ദാറ്റ് കറണ്ട് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ നെഗറ്റീവ് കറണ്ട്.
സോ ദാറ്റ് വോൾട്ടേജ് ഈസ് കൺസിഡർഡ് ആസ് എ നെഗറ്റീവ് വോൾട്ടേജ് അല്ലേ. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥയിൽ എങ്ങോട്ടാണ് കറണ്ടിൻ്റെ ഫ്ലോ ഉണ്ടാവുന്നത്? ഇത് ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സോ ഡയോഡ് വിൽ ബി ആക്ട് ആസ് ഇൻ ഫോർവേഡ് ബയാസ്. സോ ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? സോ ആദ്യം ഒന്ന് പറഞ്ഞ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്? മുകളിൽ നിന്ന് താഴേക്കാണോ? അല്ല, താഴെ നിന്ന് മുകളിലേക്കല്ലേ. കാരണം ഇപ്പം നമ്മൾ സീറോ വോൾട്ടേജ് ആണെങ്കിൽ പോലും ഇത് ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ഡയോഡ് ഫോർവേഡ് ബയാസ് ആണ്. സോ ദ കറണ്ട് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അല്ലേ. പോസിറ്റീവ് നെഗറ്റീവ് ആയിരിക്കും. ദാറ്റ് മീൻസ് താഴേന്ന് മുകളിലേക്കായിരിക്കും കറണ്ടിൻ്റെ ഫ്ലോ. താഴേന്ന് മുകളിലേക്കുള്ള കറണ്ടിൻ്റെ ഫ്ലോനെ നെഗറ്റീവായിട്ട് എടുക്കുക. സോ ദർ ഈസ് നെഗറ്റീവ് വോൾട്ടേജ്. അപ്പോൾ ഈ ഡയോഡ് ഡ്രോപ്പ് ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജിൽ എന്തുണ്ടാവും? -3 വോൾട്ടേജ് ആയിരിക്കും. ക്ലിയർ ആയോ ആ ഐഡിയ? ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത്. ക്ലിയർ ആയോ? സോ അത് ക്ലിയർ ആയോ ഈ ഐഡിയ? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണല്ലോ നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുക. വി ഔട്ട് എന്ന് പറയുന്നത് എടുക്കുക റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടാണ്. അപ്പം റെസിസ്റ്ററിലൂടെ പോകുന്ന കറണ്ടിൻ്റെ ഫ്ലോയുടെ ഡയറക്ഷൻ അനുസരിച്ചാണ് ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ പറയുക. അപ്പോൾ ഇവിടെ ഇങ്ങോട്ടാണ് ഇങ്ങനെ കറണ്ട് ഫ്ലോ എങ്കിൽ താഴേന്ന് മുകളിലേക്കാണ്. താഴേന്ന് മുകളിലേക്ക് പോകുന്ന കറണ്ടിനെ നമ്മൾ അതിന് ക്രോസ് ആയിട്ട് ആ ടൈമിലുള്ള വോൾട്ടേജിനെ നമ്മൾ നെഗറ്റീവ് വോൾട്ടേജ് ആയിട്ട് എടുക്കുക അല്ലേ. ക്ലിയർ ആയോ ആ ഐഡിയ? നിങ്ങൾക്ക് ആ ഐഡിയ ക്ലിയർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഞാൻ ഈ വരയ്ക്കുന്ന ഡയഗ്രാമൊക്കെ മനസ്സിലാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത് വീണ്ടും ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയോ എന്ന്. സോ അത് ക്ലിയർ ആണോ ഇത്? ഓക്കെ. സോ ദിസ് ഈസ് -3 വോൾട്ടേജ്. ഇങ്ങനെ -3 വോൾട്ടേജിലാണ് എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 0 ഉള്ളപ്പോൾ എൻ്റെ -3 വോൾട്ടേജ് നിൽക്കുക. ഇനി എന്താണ് ഞാൻ ചെയ്യുന്നത്? ഇനി എൻ്റെ ഫസ്റ്റ് സൈക്കിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് സൈക്കിളാണ്. അപ്പോൾ ഈ പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ സെല്ലിനെ ആഡ് ചെയ്യുന്ന വോൾട്ടേജാണോ, ഈ സെല്ലിനെ നമ്മൾ ഡിഫറൻസ് ചെയ്യുന്ന ഇൻപുട്ട് വോൾട്ടേജ് ആണോ കൊടുക്കുന്നത് പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത്? സാധ്യം ഒന്ന് പറഞ്ഞേ. പോസിറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഈ സെല്ലിനെ ആഡ് ചെയ്യുന്ന വോൾട്ടേജ് ആണോ അല്ലെങ്കിൽ സബ്സ്ട്രാക്ട് ചെയ്യുന്ന വോൾട്ടേജ് ആണോ പോസിറ്റീവ് സൈക്കിൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? സബ്സ്ട്രാക്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്താ? നമ്മളത് കോമൺ നമ്മൾ നോക്കിയാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാറ്ററിയൊക്കെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം ഒരു പോസിറ്റീവ് സെല്ലാണെങ്കിൽ അതിനോട് ഇങ്ങനെ ഉള്ള ഇതാണെങ്കിൽ നമ്മൾ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നെഗറ്റീവ് ടെർമിനലിലേക്ക് അടുത്ത് പോസിറ്റീവ് ടെർമിനലിനും അടുത്ത് പിന്നെ ഇങ്ങനെയാണ് അത് സീരീസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പം ഇങ്ങനെ കൊടുത്തിട്ട് ഇതിന് നെഗറ്റീവ് തന്നെ കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. ഇതിന് സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും വരിക. ഓക്കെ. ഒരു സെല്ലിനെ ആഡ് ചെയ്യണമെങ്കിൽ ആ പോസിറ്റീവ് സെല്ലിലേക്ക് നെഗറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് അതിനെ ആഡ് ചെയ്യുള്ളൂ. ഓക്കെ. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പോസിറ്റീവാണ് കൊടുക്കുന്നത്. ആ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 3 വോൾട്ടിനെ സബ്സ്ട്രാക്റ്റ് ചെയ്യുന്ന വോൾട്ടേജാണ് ഈ കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ 0 വോൾട്ടേജായി ഇനീഷ്യലി +1 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി ഇതിനകത്തുള്ളത് 2 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആക്കാൻ പറ്റിയ ഡയോഡിന് റിവേഴ്സ് ബയാസ് ആക്കാൻ പറ്റിയ വോൾട്ടേജാണ് ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഞാൻ എൻ്റെ ഇവിടെ ഒരു 1 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എനിക്ക് എഫക്റ്റീവ്ലി -2 വോൾട്ടേജാണ് ഉണ്ടാവുക. ഇൻപുട്ട് വോൾട്ടേജ് +2 വോൾട്ടേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടാകുന്ന എഫക്റ്റീവ്ലി ഉണ്ടാകുന്ന -1 വോൾട്ടേജ് ആയിരിക്കും. ഇൻപുട്ട് വോൾട്ടേജ് +3 വോൾട്ടേജിൽ എൻ്റെ എഫക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വോൾട്ടേജ് ആയിരിക്കും. ഓക്കെ. സോ കൺസിഡർ this is the +3 voltage here, and in this +3 voltage ഈ +3 വോൾട്ടേജിൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയി.
ഓക്കെ. ഇനിയും ഞാൻ ഇൻക്രീസ് ചെയ്യുകയാണ്. എൻ്റെ പോസിറ്റീവ് സൈക്കിൾ +4 വോൾട്ടേജായി അങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ട് +4 വോൾട്ടേജായി എന്ത് സംഭവിക്കും? ഈ സെല്ലിനെ ഓവർകം ചെയ്യാനുള്ള പോസിറ്റീവ് വോൾട്ടേജായി. അപ്പോൾ എന്തായും ഇവിടെ +1 എഫക്റ്റീവ്ലി +1 വോൾട്ടേജ് ആവും. ഈ സർക്യൂട്ടിൻ്റെ എഫക്റ്റീവ്ലി ഈ സൈഡിൽ ഇത്രയും എഫക്റ്റീവ്ലി +1 വോൾട്ടേജ് ആവും. അപ്പോൾ എന്താവും? ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? സാധ്യം എന്ന് പറഞ്ഞേ. ഫോർവേഡ് ബയാസ് ആണോ റിവേഴ്സ് ബയാസ് ആണോ? റിവേഴ്സ് ബയാസ് ആകുമ്പോൾ ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടായിരിക്കും. ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടാണെങ്കിൽ സീരീസിലാണ് ഈ ഡയോഡ് കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസിൽ ഈ ഡയോഡ് കണക്ട് ചെയ്തേക്കുന്ന കാരണം ഇതിലൂടെ ഈ സർക്യൂട്ടിലൂടെ കറണ്ട് ഫ്ലോയോ ഉണ്ടാവില്ല. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് തന്നെയായിരിക്കും. കാരണം എന്താണ്? ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. ഓക്കെ, സോ ഐ ക്യാൻ ഡ്രോ ലൈക്ക് ദിസ്. ആ സമയത്തെല്ലാം. ആൻഡ് നെക്സ്റ്റ് ഈ സൈക്കിളിൽ എന്താണ് അതുപോലെ തന്നെ എനിക്ക് വരും. ഓക്കെ, സോ അപ് ടു 0 വോൾട്ടേജിൽ എനിക്ക് -3 വോൾട്ടേജ് ആയിരിക്കും വരിക. ഇനി ഞാൻ എൻ്റെ നെഗറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? നെഗറ്റീവ് സൈക്കിളിൽ ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ്, ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ഇതിനെ ആഡ് ചെയ്യുന്ന ഒരു വോൾട്ടേജാണ് വരിക. ദാറ്റ് മീൻസ് ജസ്റ്റ് ഒരു സീരീസ് ആയിട്ട് നമ്മളൊരു ബാറ്ററി കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക? അത് ജസ്റ്റ് ആഡ് ചെയ്ത് വരികയാണ് ചെയ്യുക. അപ്പോൾ ആഡ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്ലാമ്പ് ചെയ്യുന്ന ഒരു സർക്യൂട്ടാണ്. അപ്പോൾ എൻ്റെ ഈ സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരിക. സോ വാട്ട് വിൽ ബി ദ മാക്സിമം വോൾട്ടേജ് ഹിയർ? എൻ്റെ മാക്സിമം വോൾട്ടേജ് ഇവിടെ എത്രയായിരിക്കും? നെഗറ്റീവ് സൈക്കിളിൽ പീക്ക് സാധ്യം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? എൻ്റെ നെഗറ്റീവ് സൈക്കിളിൽ മാക്സിമം പീക്ക് എന്ന് പറയുന്നത്, പീക്ക് വോൾട്ടേജ് എന്ന് പറയുന്നത് -13 വോൾട്ടേജ് ആയിരിക്കും. എക്സലൻറ്റ്. ഓക്കെ, ഗ്രേറ്റ്. ഓക്കെ, സോ ഹൗ വി ക്യാൻ ബി ഡ്രോ ദ ട്രാൻസ്ഫർ കർവ്? ചിലപ്പോഴേക്കും ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ട്രാൻസ്ഫർ കർവ് ആയിരിക്കും ചോദിക്കുക. എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ കർവ് വരയ്ക്കാൻ പറ്റും? സോ ഐ ക്യാൻ ഡ്രോ. ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് സൈക്കിൾ, പോസിറ്റീവ് V in, and here it is negative V in, and here it is positive V out, and here it is negative V out. Okay, in 0 V in I have -3 voltage. Okay, then V in increases when +1 voltage I have -2 voltage, then +2 voltage I have -1 voltage, and +3 voltage I have 0 voltage. Okay, so this diagram will shows like this. Okay, when the input voltage again increases, my output voltage becomes 0. So I can take another ink. So this will be like this. Okay, this is the +3 voltage of the input voltage. +3 voltage and the output voltage, this is the output, so the output voltage is 0. Okay, and in negative cycle it will be goes like this, and here when it is -10 voltage, my output voltage is -13 voltage. Okay, so hope this is clear. This transfer curve is clear. Once you can get the transfer curve, you can easily draw the output waveform. Once you get the output waveform, you can easily draw the transfer curve. അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ ട്രാൻസ്ഫർ കർവ് വരയ്ക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫർ കർവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേവ് ഫോമാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഡൗട്ട് ഉണ്ടോ? -13 വോൾട്ടേജ് കിട്ടുന്നത്. ഓക്കെ, ഇന്ന് നെഗറ്റീവ് സൈക്കിളിൽ ഓക്കെ, പോസിറ്റീവ് സൈക്കിളിൽ നിങ്ങൾക്ക് ഇത്രയും ക്ലിയർ ആണല്ലോ അല്ലേ? ഈ പോർഷൻ വരെ ഈ വേവ് ഫോം വരച്ചാണ് ഇവിടം തൊട്ട് ഇവിടം വരെ ക്ലിയർ ആണല്ലോ അല്ലേ? ഈ സൈഡ് അല്ലേ?
അപ്പോൾ എൻ്റെ സീറോ ഇൻപുട്ട് വോൾട്ടേജ് എഗെയിൻ ബാക്ക് ടു സീറോ വോൾട്ടേജ്, പോസിറ്റീവ് സൈക്കിൾ കഴിഞ്ഞ് എഗെയിൻ ബാക്ക് ടു സീറോ വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് -3 വോൾട്ടേജ് ആയിരിക്കും. ദെൻ ദ നെഗറ്റീവ് സൈക്കിൾ കെയിം, നെഗറ്റീവ് സൈക്കിൾ കെയിം ചെയ്തു. നെഗറ്റീവ് സൈക്കിളിൽ എൻ്റെ -1 വോൾട്ടേജ് ആയി എന്ന് വിചാരിക്കുക. ഇനീഷ്യലി -1 വോൾട്ടേജ് ആയി. -1 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്. ശരിക്കും നമ്മുടെ ഈ സൈനസോയിഡൽ സിഗ്നൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മുടെ ഒരു വേരിയബിൾ സപ്ലൈ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുക. വേരിയബിൾ സപ്ലൈ. ഓക്കെ, അപ്പം ഇതിൻ്റെ 3 വോൾട്ടേജ് സപ്ലൈ ആണ്. ദെൻ വി ക്യാൻ ഹാവ് എ ഡയോഡ്. ഇനി ഞാൻ എൻ്റെ ഇവിടെ കൊടുക്കുന്ന ഇതെന്ന് പറയുന്നത് ഒരു വേരിയബിൾ പോസിറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് സൈക്കിളാണ് കൊടുക്കുന്നത്. നെഗറ്റീവ് സൈക്കിൾ. സോ നെഗറ്റീവ് സൈക്കിൾ കൊടുക്കുമ്പോൾ ഐ ക്യാൻ റീപ്ലേസ് ദിസ് വിത്ത് എ നെഗറ്റീവ്. ഇങ്ങനെയൊരു സർക്യൂട്ടാണ് കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് റീപ്ലേസ് ചെയ്തതാണ്. ദിസ് ഈസ് ദ സർക്യൂട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് സംഭവിക്കുക? ഇവിടെ ഒരു വേരിയബിൾ സപ്ലൈ ആണ്. 0 to 10 വോൾട്ടേജ് വേരിയബിൾ, നെഗറ്റീവ് വോൾട്ടേജ് 10 വോൾട്ടേജ് വേരിയബിൾ സപ്ലൈ ആണ് കൊടുക്കുന്നത്. ദിസ് ഈസ് -3 വോൾട്ടേജ് ആൻഡ് 0 to -10 വോൾട്ടേജ് നെഗറ്റീവ് സപ്ലൈ ആണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ -1 വോൾട്ടേജ് ആയി കഴിഞ്ഞാൽ എഫക്റ്റീവ്ലി എന്താണ് എനിക്ക് കിട്ടുക? എഫക്റ്റീവ്ലി -4 വോൾട്ടേജ് ആണ് കിട്ടുക. കാരണം എന്താണ്? ഇത് രണ്ടും എന്ന് പറയുന്നത് ഇപ്പോൾ സെല്ലിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് കറക്റ്റായിട്ടാണ്. കാരണം സെല്ലിൻ്റെ നെഗറ്റീവ് എടുത്തിട്ടാണ് പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്നത്. സോ എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുന്നത് -4 വോൾട്ടേജ് ആണ്. ഇനി -2 വോൾട്ടേജ് വരുമ്പോൾ എഫക്റ്റീവ്ലി എനിക്ക് കിട്ടുന്നത് -5 വോൾട്ടേജ് ആണ്. ലൈക്ക് ദാറ്റ് എനിക്ക് ഇൻപുട്ടിൽ -10 വോൾട്ടേജ് കിട്ടുമ്പോൾ എഫക്റ്റീവ്ലി ഇതിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത്, ഈ രണ്ടിൻ്റെ ആകെത്തുക എന്ന് പറയുന്നത് -13 വോൾട്ടേജ് ആയിരിക്കും എൻ്റെ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ആദ്യം എന്തായിരുന്നു പോസിറ്റീവ് സൈക്കിളിൽ പ്രശ്നം? ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു സിഗ്നലായിരുന്നു ഞാൻ കൊടുത്തുകൊണ്ടിരുന്നത്. ഈ 3 വോൾട്ടിനെ ഒപ്പോസ് ചെയ്യുന്ന സിഗ്നലായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. അത് കാരണമാണ് ആ ബാറ്ററി. ഇപ്പം ഞാനൊരു 3 വോൾട്ടേജിൻ്റെ ബാറ്ററി വെച്ചു, അതിന് തിരിച്ചൊരു 3 വോൾട്ടേജ് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ സെല്ലിൻ്റെ പോസിറ്റീവ് അടുത്ത സെല്ലിൻ്റെ നെഗറ്റീവിലേക്ക് കടക്കണമെങ്കിൽ നമുക്ക് -6 വോൾട്ടേജ് കിട്ടും. ഓക്കെ, ഇനി അത് തിരിച്ചാണ് വെക്കുന്നത്. പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്യുന്ന എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 0 വോൾട്ടേജേ കിട്ടുകയുള്ളൂ. ഓക്കെ, ലൈക്ക് ദാറ്റ്. ഇവിടെ സൈനസോയിഡൽ സിഗ്നൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് വേരിയബിൾ സിഗ്നലാണ്, ടൈം ജനറേറ്റിംഗ് വേരിയബിൾ സിഗ്നലാണ് കിട്ടുന്നത് അല്ലേ. ഇപ്പം ടൈമിനനുസരിച്ച് ഇങ്ങനെ ഒരു വേരിയബിൾ സിഗ്നലാണ് കിട്ടുന്നത്. നെഗറ്റീവ് സൈക്കിളാണെങ്കിൽ ഇങ്ങനെ വേരിയബിൾ. അപ്പോൾ ഓരോ ടൈമിൽ ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഒരു സൈനസോയിഡൽ സിഗ്നൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ക്ലിയർ ആയോ? എന്തുകൊണ്ടാണ് -13 കിട്ടുന്നതെന്ന്? നെഗറ്റീവ് സൈക്കിളിൻ്റെ പീക്കിൽ. ഓക്കെ, then if I am reversing the battery position, what will be my output? ഞാൻ ജസ്റ്റ് റിവേഴ്സ് ചെയ്യുകയാണ് ബാറ്ററിയുടെ പൊസിഷൻ. ഓക്കെ, ദാറ്റ് മീൻസ് മൈ സർക്യൂട്ട് സെല്ലിന് ആ ഡയറക്ഷൻ തന്നെ വയ്ക്കുകയാണ്. ഡയോഡ് ആദ്യം നേരത്തെ തിരിഞ്ഞായിരുന്നു ഇരുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് മൈ സർക്യൂട്ട് ആൻഡ് ലെറ്റ് ഞാനിപ്പോൾ ഒരു 4 വോൾട്ടേജാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കും. ഓക്കെ, ആൻഡ് ഐ ആം അപ്ലൈങ് 10 വോൾട്ടേജ് പീക്ക് ടു പീക്ക് ആയിട്ടുള്ള 10 sin omega t തന്നെയാണ് ഇടുന്നത്. ഡയോഡ്, ദിസ് ഈസ് റെസിസ്റ്റർ. ഐ ആം ടേക്കൺ ഔട്ട്പുട്ട് അക്രോസ് ദ റെസിസ്റ്റർ. ഓക്കെ, ആൻഡ് this is my supply voltage. This is +10 voltage and this is -10 voltage, 0 volt. Okay, so അതായത് കഴിഞ്ഞ പ്രോബ്ലത്തിൽ വെച്ചിട്ട് ബാറ്ററി സെല്ല് കണക്ട് ചെയ്തിരിക്കുന്നത് കറക്റ്റാണ്, പക്ഷേ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് തിരിച്ചു വെച്ചു. ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട്? എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്?
diode position reverse. Then what will be now output? ഔട്ട്പുട്ടും വരയ്ക്കണം, ട്രാൻസ്ഫർ കർവും വരയ്ക്കണം. ഓക്കെ, നെക്സ്റ്റ് ആരാ നമുക്ക് വേണ്ടി പറയാം? ശ്രീരഞ്ജിനി ഒന്ന് ട്രൈ ചെയ്യാമോ? ഓക്കെ, എൻ്റെ സീറോ ഇൻപുട്ടിൽ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? അതായത് ഇൻപുട്ട് വോൾട്ടേജ് 0-ൽ എന്തായിരിക്കും ഔട്ട്പുട്ട്? ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. അപ്പോൾ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 ആയിരിക്കും. വെരി ഗുഡ്, എക്സലൻറ്റ്. എന്തുകൊണ്ടാണ് ഔട്ട്പുട്ട് 0 ആയത്? ഡയോഡ് വിൽ ബി ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കും അല്ലേ? ഡയോഡ് ഓപ്പൺ സർക്യൂട്ട് ആണെങ്കിൽ എനിക്ക് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വോൾട്ടേജ് ആയിരിക്കും. കാരണം എന്താണ്? ഇൻപുട്ട് 0 ആണ്. ബാറ്ററി കണക്ഷൻ പോലെ ഈ ഡയോഡ് ഓപ്പൺ സർക്യൂട്ടാണ്. സീരീസിൽ എപ്പോഴൊക്കെ ഓപ്പൺ സർക്യൂട്ട് വരുന്നോ അപ്പോൾ എനിക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടുകയില്ല. കാരണം എന്താ? അതിലൂടെ കറണ്ടേ പോവില്ല. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടില്ല. ഫൈൻ, ഓക്കെ. ദെൻ ഐ ആം അപ്ലൈയിങ് ദ പോസിറ്റീവ് സൈക്കിൾ. ദെൻ വാട്ട് വിൽ ഹാപ്പൻ? എൻ്റെ 1 വോൾട്ടേജായി, എൻ്റെ ഇൻപുട്ട് വോൾട്ടേജ് 1 വോൾട്ടേജായി. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? അപ്പോഴും 0 തന്നെയായിരിക്കും. എൻ്റെ 3 വോൾട്ടേജായി, അപ്പോൾ എത്രയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? എൻ്റെ 4 വോൾട്ടേജായി, അപ്പോഴും എന്തായിരിക്കും? 0 തന്നെയായിരിക്കും. അപ്പോൾ അപ് ടു 4 വോൾട്ടേജ് വരെ എൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, സോ ഐ ആം ഡ്രോയിങ് ലൈക്ക് ദിസ്, 0 വോൾട്ടേജ് ആയി. ഇനി എൻ്റെ +5 വോൾട്ടേജായി, അപ്പോൾ എത്രയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? 1 വോൾട്ടേജ് ആയിരിക്കും. വെരി ഗുഡ്, 1 വോൾട്ടേജ് ആയിരിക്കും. എൻ്റെ 1 വോൾട്ടേജ് ആയിരിക്കും. എൻ്റെ ലൈക്ക് ഞാൻ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ +10 വോൾട്ടേജായി, അപ്പോൾ എത്രയായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? +6 വോൾട്ടേജ്. എക്സലൻറ്റ്, +6 വോൾട്ടേജ് ആയിരിക്കും. സോ ലൈക്ക് consider this is +6 voltage. Okay, then after that what will happen? After that it will start to, ഞാൻ ഈ വരയ്ക്കുന്നതൊന്നും കറക്റ്റായിട്ടല്ല, എന്നാലും നിങ്ങളൊന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ വരയ്ക്കുന്നത്. ഞാനിങ്ങനെ വരയ്ക്കുമ്പം അതിൻ്റെ ഷേപ്പൊന്നും കറക്റ്റ് ആവുന്നില്ല. ഓക്കെ, എനിവേ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, ആൻഡ് ഇൻ അഗെയിൻ ഇറ്റ് വിൽ ഗോസ് ടു 0 ആവുന്ന വരെ എനിക്ക് 0 വോൾട്ടേജ് തന്നെയായിരിക്കും. ഇവിടെ ഇങ്ങനെ 0 വോൾട്ടേജ് ആയിരിക്കും. Then what happened to the negative cycle? നെഗറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? റിവേഴ്സ് ബയാസ് ആയിരിക്കും. അപ്പോഴും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് അപ്പം 0 തന്നെയായിരിക്കും. ഓക്കെ, സോ എൻ്റെ വേവ് ഫോം വിൽ ബി ലൈക്ക് ദിസ്. ക്ലിയർ ആയോ? എല്ലാവർക്കും ക്ലിയർ ആയോ? വേവ് ഫോം വിൽ ബി ലുക്ക് ലൈക്ക് ദിസ്. സോ ദിസ് ഈസ് മൈ വേവ് ഫോം. ദെൻ ഹൗ മൈ ട്രാൻസ്ഫർ കർവ് വിൽ ലുക്ക് ലൈക്ക്? എങ്ങനെയായിരിക്കും എൻ്റെ ട്രാൻസ്ഫർ കർവ് ഇരിക്കുക? അപ്പം ഈ വേവ് ഫോം, ഇങ്ങനെ ഒരു വേവ് ഫോം ആണെങ്കിൽ ട്രാൻസ്ഫർ കർവ് എങ്ങനെയിരിക്കും? ലൈറ്റ് നിങ്ങൾ വരയ്ക്കുമ്പോൾ നന്നായിട്ട് വരച്ചോളണേ. ഞാനിങ്ങനെ വരയ്ക്കുന്നതേ ഉള്ളൂ. -Vin + Vout -Vout. Okay, so up to 4 voltage, this is +4 voltage, this is +4 voltage. Up to +4 voltage my output will be 0 voltage. Okay, output will be 0 voltage. After that, if I increase my input voltage, it will also increase like this. So it will be like this. So this is my +10 voltage and the output voltage will be +6 voltage, and in a reverse bias the output voltage will be 0. So the transfer curve will be look like this. എങ്ങനെ നമുക്ക് ട്രാൻസ്ഫർ കർവ് കാണാൻ പറ്റും? ഇപ്പം നിങ്ങൾ ഈ സർക്യൂട്ടൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈവൻ BSc ലെവലിലൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ക്ലിപ്പർ സർക്യൂട്ടും ക്ലാമ്പർ സർക്യൂട്ടൊക്കെ
ലബോറട്ടറി ഇലക്ട്രോണിക്സ് ലാബിൽ ചെയ്തിട്ടുണ്ടാവും. ഇലക്ട്രോണിക്സ് ലാബിൽ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഡ്യുവൽ ചാനൽ സി ആർ ഒ ആണെന്ന് വിചാരിക്കുക. ഡ്യുവൽ ചാനൽ സി ആർ ഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ചാനൽ കൊടുക്കാൻ പറ്റുന്ന സി ആർ ഒ ഉണ്ട്. നമുക്ക് സിംഗിൾ ചാനലും ഉണ്ട്, ഡ്യുവൽ ചാനൽ സി ആർ ഒ ഉണ്ട്. അപ്പോൾ ഡ്യുവൽ ചാനൽ സി ആർ ഒ ആണെങ്കിൽ ഒരു ചാനലിൽ നിങ്ങൾ ഇൻപുട്ട് കൊടുക്കുക, അടുത്ത ചാനലിൽ നിങ്ങൾ ഔട്ട്പുട്ട് എടുക്കുക. അപ്പോൾ ഇങ്ങനെ ഇൻപുട്ടും ഔട്ട്പുട്ടും എടുത്തതിന് ശേഷം അതിനകത്ത് XY എന്ന് പറയുന്ന ഒരു സ്വിച്ച് ഉണ്ട്. XY എന്ന് പറഞ്ഞൊരു മോഡുണ്ട്. ആ XY മോഡിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ട്രാൻസ്ഫർ കർവായിട്ടായിരിക്കും കിട്ടുന്നത്. വേവ് ഫോം ആയിട്ടായിരിക്കില്ല, ട്രാൻസ്ഫർ കർവായിട്ടായിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഹോപ്പ് ദിസ് ഈസ് ക്ലിയർ. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ക്ലിയർ ആയ ഈ ഐഡിയ? ഓക്കെ. ദെൻ നമ്മളിപ്പോൾ ഇത്രയും നേരം നോക്കിയത് ബയാസ്ഡ് സീരീസ് ക്ലിപ്പറായിരുന്നു. ഇനി നമുക്ക് ബയാസ്ഡ് ഷണ്ട് ക്ലിപ്പറുണ്ട്, ബയാസ്ഡ് പാരലൽ ക്ലിപ്പറുണ്ട്. അതോടെ ജസ്റ്റ് നമുക്കിതൊന്ന് നോക്കാം. വാട്ട് ഈസ് ദാറ്റ്? ബയാസ്ഡ് പാരലൽ ക്ലിപ്പ്. നിങ്ങൾ ഈ ക്ലാസ്സിൽ ഞാനിത് പറയിപ്പിക്കുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഒരിക്കലും മറക്കില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ തന്നെ ഇങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ദിവസം കഴിയുമ്പം മറന്നു പോകും എന്താണ് എങ്ങനെയാണത് വന്നതെന്നുള്ളത്. ഓക്കെ, സോ നിങ്ങൾ ക്ലാസ്സിൽ അത് കാരണം കൂടുതൽ റെസ്പോണ്ട് ചെയ്ത് നിൽക്കണം. Okay, there is a 4 volt battery and there is a diode here and I am applying 10 sin omega t. ഞാൻ ഇപ്പോൾ ഈ 10 കൊടുക്കുന്നത് 10ൽ നിന്ന് നമുക്ക് കുറയ്ക്കാനൊക്കെ എളുപ്പമുണ്ടല്ലോ എന്ന് കരുതിയാണ് ഇനി 10 ഇൻപുട്ട് കൊടുക്കുന്നത്. ഓക്കെ, എത്ര വോൾട്ടേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റും. സോ ഐ ആം ടേക്കൺ ദ ഔട്ട്പുട്ട് അക്രോസ് ദിസ് ഡയോഡിന് അക്രോസ് ആയിട്ടാണ് ഔട്ട്പുട്ട് എടുക്കുന്നത്. സോ ഐ ആം ഡ്രോയിങ് ദറ്റ് ഇൻപുട്ട് വേവ് ഫോം. Why it is known as biased parallel or shunt? Parallel എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷണ്ട് തന്നെയാണ്. സോ ഷണ്ട് ഡയോഡ് ഈസ് കണക്റ്റഡ് പാരലൽ. ഡയോഡ് പാരലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, 0 to pi, pi to 2 pi, and this is my plus 10 voltage and this is my minus 10 voltage. This is 0 voltage. Okay, next Grishma പറയും. Okay, what happen Grishma when my input is 0 ആവുമ്പോൾ എൻ്റെ ഇൻപുട്ട് 0 ആവുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് എന്ന് ഗ്രീഷ്മ ഒന്ന് പറഞ്ഞു നോക്കി. ഗ്രീഷ്മ കേൾക്കുന്നുണ്ടോ? ഹലോ, ഗ്രീഷ്മ കേൾക്കുന്നുണ്ടോ? ഓക്കെ, അന്ന കേൾക്കുന്നുണ്ടോ? അന്ന, ഓക്കെ, അന്ന ഒന്ന് പറയാമോ? 0 വോൾട്ടേജിൽ ഇൻപുട്ട് വോൾട്ടേജിൽ എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും, എന്തുകൊണ്ടാണത്? പറഞ്ഞോ. ഈ 0 വോൾട്ടേജിൽ ഇൻപുട്ട് വോൾട്ടേജ് 0 വോൾട്ടേജിൽ ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആയിരിക്കുമോ റിവേഴ്സ് ബയാസ് ആയിരിക്കുമോ? റിവേഴ്സ് ബയാസ് ആയിരിക്കും. 4 വോൾട്ടേജ് റിവേഴ്സ് ബയാസ് ആയിരിക്കും അല്ലേ? ഈ റിവേഴ്സ് ബയാസിൽ ദിസ് സർക്യൂട്ട് വിൽ ബി ആക്ട് ആസ് എൻ ഓപ്പൺ സർക്യൂട്ടായിട്ടായിരിക്കും ആക്ട് ചെയ്യുക. അപ്പോൾ ഓപ്പൺ സർക്യൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് ഉണ്ടെങ്കിൽ ഈ ബ്രാഞ്ചെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ക്ലിയർ ആയോ? ഈ ബ്രാഞ്ച് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായിരിക്കും എൻ്റെ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ കൊടുത്തിരിക്കുന്നത് 0 വോൾട്ടേജ് ആണ്. അപ്പോൾ ഈ ബ്രാഞ്ച് കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്തായിരിക്കും? 0 വോൾട്ടേജിൽ
0 തന്നെയായിരിക്കും. ഇനി ഞാൻ പോസിറ്റീവ് സൈക്കിൾ അപ്ലൈ ചെയ്യുകയാണ്. പോസിറ്റീവ് സൈക്കിൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇപ്പോൾ പോസിറ്റീവ് 1 വോൾട്ടേജ് കൊടുത്തു. അപ്പോൾ എൻ്റെ എഫക്റ്റീവ്ലി ഈ സർക്യൂട്ട് എന്തായിരിക്കും? എഫക്റ്റീവ്ലി ഇതിന് ഈ ഡയോഡിന് അക്രോസ് ആയിട്ട് 3 വോൾട്ടേജ് ആയിരിക്കും. അപ്പോൾ ഈ ഡയോഡ് എന്ന് പറയുന്നത് റിവേഴ്സ് ബയാസ് തന്നെയായിരിക്കും അല്ലേ? അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ്? ഓക്കെ 0 ആയിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഡയോഡ് എന്ന് ഞാൻ പറഞ്ഞു ഈ ഡയോഡ് റിവേഴ്സ് ബയാസ് ആവുമ്പോൾ ഇത് ഓപ്പൺ സർക്യൂട്ട്, ഈ ബ്രാഞ്ച് ഓപ്പൺ സർക്യൂട്ട് പോലെയാണ് ആക്ട് ചെയ്യുക അല്ലേ? റിവേഴ്സ് ബയാസ് ആവുമ്പോൾ ഈ ഡയോഡ് ഈ സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സർക്യൂട്ടേ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ എന്തായിരിക്കും എൻ്റെ ഔട്ട്പുട്ട്? ഇൻപുട്ട് തന്നെയായിരിക്കും. അപ്പോൾ 1 വോൾട്ടേജ് ആകുമ്പോൾ എനിക്ക് 1 വോൾട്ടേജ് തന്നെ കിട്ടും. അപ് ടു 4 വോൾട്ടേജ് വരെ എനിക്ക് അങ്ങനെ തന്നെ കിട്ടില്ലേ? അപ്പം അപ് ടു 4 വോൾട്ടേജ് വരെ എനിക്ക് അങ്ങനെ കിട്ടും. 4 വോൾട്ടേജ് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ എന്നാ പറഞ്ഞ് 4 വോൾട്ടേജ് ഇപ്പോൾ +4 വോൾട്ടേജ് വരെ എനിക്ക് സിഗ്നൽ കിട്ടി. ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. വെരി ഗുഡ്. ഡയോഡ് ഫോർവേഡ് ബയാസ് ആവും. ഡയോഡ് ഫോർവേഡ് ബയാസ് ആയി കഴിഞ്ഞാൽ ഡയോഡ് വിൽ ബി ആക്ട് ആസ് എ ക്ലോസ്ഡ് സ്വിച്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ദെൻ വാട്ട് വിൽ ബി ദ ഔട്ട്പുട്ട് വോൾട്ടേജ്? 5 വോൾട്ടേജ് ആണെന്ന് പറയാൻ പറ്റും നമുക്ക്. കാരണം എൻ എഫക്റ്റ് നമ്മൾ നോക്കിക്കഴിയുമ്പം ഈ ഡയോഡ് ക്ലോസ്ഡ് സ്വിച്ച് ആയിക്കഴിഞ്ഞാൽ വെനെവർ ദ ഡയോഡ് ഈസ് ഇൻ ക്ലോസ്ഡ് സ്വിച്ച് ദ ഔട്ട്പുട്ട് ഈസ് ജസ്റ്റ് ടേക്കൺ അക്രോസ് ദിസ് 4 വോൾട്ടേജ് ബാറ്ററി. ഈസിൻ്റ് ഇറ്റ്? ഈ 4 വോൾട്ടേജ് ബാറ്ററിക്ക് അക്രോസ് ആയിട്ടാണ് നമ്മൾ ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുക. അപ്പോൾ എന്താ നമുക്ക് കിട്ടുക? 4 വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് 4 വോൾട്ടേജേ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ബാക്കി ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് എവിടെ പോയി? ഈ ഇൻപുട്ടിൽ വരുന്ന വോൾട്ടേജ് ഈ റെസിസ്റ്ററിൽ അക്രോസ് ആയിട്ട് ഡ്രോപ്പ് ചെയ്തോളൂ. ഈ എക്സ്ട്രാ വരുന്ന വോൾട്ടേജുകളെല്ലാം ഈ റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആയിക്കോളും. അപ്പം നിങ്ങൾ ഇത്രയാണ് വിചാരിക്കേണ്ടത്. ഇൻ പാരലൽ സർക്യൂട്ടിൽ എപ്പോൾ നമ്മളൊരു ഈ സർക്യൂട്ടിന് അക്രോസ് ആയിട്ട് എടുത്ത് എപ്പോൾ ഇത് ഫോർവേഡ് ബയാസ് ആക്കാനുള്ള ഒരു ഇൻപുട്ട് വോൾട്ടേജ് വന്നോ അപ്പോൾ എന്താ സംഭവിക്കുക? അപ്പോൾ സംഭവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 4 വോൾട്ടേജ് ഇൻ എഫക്റ്റ് ഔട്ട്പുട്ട് എടുക്കുന്ന ഈ 4 വോൾട്ടേജ് സെല്ലിന് അക്രോസ് ആയിരിക്കും. അപ്പം നമുക്ക് 4 വോൾട്ടേജ് കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് കിട്ടും. ക്ലിയർ? അങ്ങനെ ക്ലിയർ ആയോ? Okay, so in positive cycle my waveform will be look like this. Okay, this is my positive cycle. Okay, so what happened to the negative cycle? Negative cycle എന്താ സംഭവിക്കുക? എന്താ സംഭവിക്കുക? നെഗറ്റീവ് സൈക്കിളിൽ എന്താ സംഭവിക്കുക? ഡയോഡ് ഫോർവേഡ് ബയാസ് ആവുമോ? നെഗറ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് എന്താണ്? ഹിയർ ഇറ്റ് ഈസ് പോസിറ്റീവ് ആൻഡ് ഹിയർ ഇറ്റ് ഈസ് നെഗറ്റീവ്. സോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സെല്ലിന് തന്നെ ആഡ് ചെയ്യുന്നൊരു വോൾട്ടേജ് തന്നെയല്ലേ വരിക അല്ലേ? ഡയോഡിന് വീണ്ടും റിവേഴ്സ് ബയാസ് ആക്കുക ചെയ്യുന്നത്. ദാറ്റ് മീൻസ് ഈ ഡയോഡ് എന്ന് പറയുന്നത് എപ്പോഴും ഓപ്പൺ സർക്യൂട്ടായിരിക്കും. അപ്പം ഈ ബ്രാഞ്ചിനെ കൺസിഡർ ചെയ്യേണ്ട. അപ്പോൾ എന്താ സംഭവിക്കുക? എന്താണോ ഇൻപുട്ട് അത് തന്നെ നമുക്ക് എപ്പോഴും ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടിരിക്കും. ഈസിൻ്റ് ഇറ്റ്? അല്ലേ? കറക്റ്റ് അല്ലേ? ക്ലിയർ ആയില്ലേ? ഓക്കെ, സോ ദിസ് പീക്ക് വോൾട്ടേജ് ഈസ് -10 വോൾട്ട്. സോ ഹൗ മൈ ട്രാൻസ്ഫർ കർവ് ലുക്ക് ലൈക്ക്? എങ്ങനെയായിരിക്കും എൻ്റെ ട്രാൻസ്ഫർ കർവ് നോക്കുന്നത്? സോ ദിസ് ഈസ് മൈ in positive input voltage up to 4 voltage it will be look like this, and after that it will be constant. So +4 voltage, this is +4 voltage, this is plus V out, this is minus plus V in, and this is minus V in, and this is minus V out. Okay, so in reverse bias it will be like this. So this is my transfer curve. This is my transfer curve. ഹോപ്പ് എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ആർക്കും ഡൗട്ട് ഇല്ല എന്ന് വിചാരിക്കുകയാണ്. ഇനിയുള്ള ക്ലാസ്സുകളിൽ കുറച്ചുകൂടെ നമുക്ക് ഇൻട്രാക്റ്റീവ് ആയിട്ട് നിൽക്കാം.
കാരണം അല്ലെങ്കിൽ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ പോലെ നിങ്ങൾക്ക് എന്തൊക്കെ മനസ്സിലായി എന്ന് എനിക്ക് തന്നെ അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഞാൻ ചെയ്യാൻ പോകുന്ന അസൈൻമെൻ്റ് എന്ന് പറയുന്നത്, ഓക്കെ, കഴിഞ്ഞൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ബയാസ്ഡ് സീരീസ് ക്ലിപ്പറിനകത്ത് നമ്മൾ ചെയ്തത് ഡയോഡിൻ്റെ പൊസിഷൻ റിവേഴ്സ് ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ, സോ ഇൻ സീരീസ് ക്ലിപ്പർ നമ്മൾ ഡയോഡിൻ്റെ പൊസിഷൻ റിവേഴ്സ് ചെയ്തു അല്ലേ. പൊസിഷൻ റിവേഴ്സ് ചെയ്തിട്ടാണ് രണ്ടും 1 and 2 പ്രോബ്ലം നോക്കിയത്. ഇനി 3 and 4 പ്രോബ്ലത്തിനകത്ത് ബാറ്ററി പൊസിഷൻ റിവേഴ്സ് ചെയ്യണം. ഡയോഡിൻ്റെ പൊസിഷൻ ഒരുപോലെ തന്നെ വെച്ചിട്ട് ബാറ്ററി പൊസിഷൻ ചേഞ്ച് ചെയ്യും. ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ്. ക്ലിയർ ആയി എന്ന് വിചാരിക്കുകയാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിനകത്ത് നമ്മൾ ഈ സീരീസ് ക്ലിപ്പറിനകത്ത് എന്താ ചെയ്തത്, ഈ ഡയോഡിൻ്റെ പൊസിഷൻ ഒന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്തത് അല്ലേ. ഇവിടെ കാണാൻ പറ്റും, ഡയോഡിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യുകയാണ്. ഇനി എന്താണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബാറ്ററിയുടെ പൊസിഷൻ നിങ്ങളൊന്ന് ചേഞ്ച് ചെയ്യുക. അതായത് ബാറ്ററിയുടെ ഈ കണക്ഷൻ പോസിറ്റീവും നെഗറ്റീവും എന്നുള്ളത്, ഇപ്പോൾ ഇവിടെ പോസിറ്റീവ് നെഗറ്റീവാണ്, നെഗറ്റീവും പോസിറ്റീവും ആക്കുക. ആ പ്രോബ്ലം ഒന്ന് ചെയ്യുക. ഓക്കെ, നിങ്ങളതൊന്ന് ചെയ്തിട്ട് നിങ്ങൾ അതിൻ്റെ വേവ് ഫോം എനിക്കൊന്ന് അയച്ചു തരണം. കഴിയാവുന്നത്ര ആളുകൾ അയച്ചു തരണം. നിങ്ങൾക്ക് ആൻസർ ഉറപ്പായിട്ട് ശരിയാണെന്നുള്ളവർ അയച്ചു തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ പാരലൽ ബയാസ്ഡ് ക്ലിപ്പർ നോക്കി, അതിനകത്ത് നിങ്ങൾ രണ്ടും ചെയ്ത് നോക്കുക. ബാറ്ററി റിവേഴ്സ് ചെയ്യുക, ബാറ്ററി പൊസിഷൻ റിവേഴ്സ് ചെയ്യുക, അതുപോലെ തന്നെ ഡയോഡിൻ്റെ പൊസിഷനും റിവേഴ്സ് ചെയ്യുക, ഡയോഡ് പൊസിഷനും ചേഞ്ച് ചെയ്യും. ഓക്കെ, ഈ രണ്ടും ചേഞ്ച് ചെയ്ത് നിങ്ങൾ അതിൻ്റെ വേവ് ഫോം വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടും. ഓക്കെ, ഇനീഷ്യലി നിങ്ങൾ ഈ വോൾട്ടേജ് സോഴ്സ് അതുപോലെ തന്നെ വയ്ക്കുക, ബാറ്ററിയുടെ പൊസിഷൻ റിവേഴ്സ് ചെയ്യുക. ദെൻ ബാറ്ററി അതുപോലെ തന്നെ വയ്ക്കുക, ഈ വോൾട്ടേജ് സോഴ്സ് ചേഞ്ച് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ 4 വോൾട്ടേജ് എന്നുള്ള 5 വോൾട്ടേജോ 3 വോൾട്ടേജോ എത്ര വോൾട്ടേജ് വേണമെങ്കിലും കൊടുത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നതുള്ളൂ. ആ പ്രോബ്ലത്തിൽ നിങ്ങൾ തന്നെ അതിൻ്റെ ആൻസർ കണ്ടെത്തുക. ദിസ് ഈസ് യുവർ അസൈൻമെൻറ്റ്. നിങ്ങളിത് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ആൻസർ അയച്ചു തരിക. ഓക്കെ, ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ പഠിച്ച കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഈ പ്രോബ്ലം അസൈൻമെൻ്റ് ഒന്ന് ചെയ്തിട്ട് എനിക്കൊന്ന് ആൻസർ അയച്ചു തരിക. ഓക്കെ, താങ്ക് യു വെരി മച്ച്.